ആട് മാട് ഒട്ടകം മുന്തിരി കാരക്കധാന്യങ്ങൾ വെള്ളി സ്വർണമെന്നിവ സകാത്തിൻ സ്വത്തുക്കളാകുന്നു. ആട് മാട് ഒട്ടകം മുന്തിരി കാരക്കധാന്യങ്ങൾ വെള്ളി സ്വർണമെന്നിവ സകാത്തിൻ സ്വത്തുക്കളാകുന്നു. ആട് മാട് ഒട്ടകം മുന്തിരി കാരക്കധാന്യങ്ങൾ വെള്ളി സ്വർണമെന്നിവ സകാത്തിൻ സ്വത്തുക്കളാകുന്നു. ആട് മാട് ഒട്ടകം മുന്തിരി കാരക്കധാന്യങ്ങൾ വെള്ളി സ്വർണമെന്നിവ സകാത്തിൻ സ്വത്തുക്കളാകുന്നു. വിശുദ്ധ ഇസ്ലാം ധനത്തിലുള്ള സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നത് 8 ഇനം ധനങ്ങൾക്കാണ്. മൃഗങ്ങളിൽ, വളർത്തുമൃഗങ്ങളിൽ ഒട്ടകം, മാട്, ആട് എന്നിവയാണ്. ഒട്ടകം 5 ഒട്ടകം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഒരു ആടിനെയാണ് വാങ്ങി സക്കാത്ത് കൊടുക്കേണ്ടത്. അതല്ല 30 പശുക്കളുണ്ടെങ്കിൽ പശു വർഗം, അത് കാള, മൂരി, എരുമ എല്ലാം അതിൽപ്പെടും, മാട് എന്നതിൽപ്പെടും. അത് 30 എണ്ണം ഉണ്ടെങ്കിൽ ഒരു വയസ്സായ ഒരു പശുക്കുട്ടിയെയാണ് കൊടുക്കേണ്ടത്. എന്നാൽ ആട് 40 ആട് ഒരു വർഷം തൻ്റെ കൈവശം ഉണ്ടായാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന് ഒരു ആടിനെയാണ് കൊടുക്കേണ്ടത്. വർഷം പൂർത്തിയാകുന്ന സമയത്ത് 40 ആട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. അതുപോലെ സ്വർണം, 85 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശം ഒരു വർഷം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്കിലിട്ടാലും വേണ്ടില്ല, മറ്റാൾക്ക് കടം കൊടുത്താലും വേണ്ടില്ല, സൂക്ഷിച്ച് ലോക്കറിൽ സൂക്ഷിച്ച് വെച്ചാലും വേണ്ടില്ല. 85 ഗ്രാം എന്ന് പറയുന്നത് ഏകദേശം 10 പവൻ സ്വർണ്ണം ഉണ്ടാവും. അത് സാധാരണ ആഭരണമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിൽ സക്കാത്തില്ല. അല്ലാതെ നമ്മൾ സൂക്ഷിച്ച് വെച്ചതോ ബാങ്കിലിട്ടതോ മറ്റെന്ത് ചെയ്താണെങ്കിലും ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കണം. അതേപോലെ വെള്ളിയാണെങ്കിൽ വെള്ളി ആഭരണങ്ങളോ മറ്റോ 595 ഗ്രാം അവൻ്റെ കൈവശം ഒരു വർഷം ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതിനൊക്കെ അതുപോലെ വെള്ളി, സ്വർണം എന്നതുപോലെയാണ് നമ്മളിപ്പോൾ കറൻസി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി അത് ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ വില അയാളുടെ കൈവശം ഒരു വർഷം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. അതുപോലെ കൃഷിയിൽ മുന്തിരി, കാരക്ക എന്നിവയ്ക്ക് മാത്രമാണ്, പഴങ്ങൾക്ക് സക്കാത്തുള്ളത്. അത് 960 ലിറ്റർ ഒരു വർഷത്തെ വരുമാനമുണ്ടെങ്കിലാണ്. അതിലപ്പുറം ഉണ്ടെങ്കിൽ കൊടുക്കണം, അത്ര ഉണ്ടായി കൊടുക്കണം. അതിലെ 10-1 കൊടുക്കേണ്ടത്. അതേപോലെ നെല്ല് പോലെയുള്ള ധാന്യങ്ങൾ, നെല്ല് തൊലി സൂക്ഷിക്കുന്നതായതുകൊണ്ട് 1920 ലിറ്റർ ഒരാൾക്ക് ആ വർഷത്തെ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് സക്കാത്ത് നിർബന്ധമാവുക. അതിൽ നിന്നും കൊടുക്കേണ്ടത് 10-1. മഴ പെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയതെങ്കിൽ 10-1 കൊടുക്കണം. അതല്ല നമ്മൾ നനച്ചുണ്ടാക്കി കഷ്ടപ്പെട്ട് ഒരുപാട് കാശൊക്കെ ചിലവാക്കിയിട്ട് നനച്ചിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ, മോട്ടർ അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ 20-1 കൊടുക്കേണ്ടത്. 10-1 പകുതിയാണ് അപ്പോൾ കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് സക്കാത്തിൻ്റെ കണക്ക്.